ഇന്നത്തെ നമ്മുടെ റെസിപ്പി സവാള ഒട്ടും ചേർക്കാത്ത അടിപൊളി ടേസ്റ്റിലുള്ളൊരു കിഡ്ലൻ ചിക്കൻ ബിരിയാണിയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ബിരിയാണിക്ക് വേണ്ടി കട്ട് ചെയ്ത് വെച്ചതാണ്. ജസ്റ്റ് ഒന്ന് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ തൈരും ഒഴിച്ചിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു അരമണിക്കൂറൊക്കെ വെക്കാം. വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വെച്ചാൽ നല്ലതാണ്. ഞാൻ 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു. അതിൽ ചിക്കൻ പീസസ് വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യണേ ഉള്ളൂ. ചിക്കൻ ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. വേവിക്കണമൊന്നുമില്ല. ചിക്കൻ നമ്മൾ മസാലയിൽ കിടന്ന് തന്നെയാണ് വേവുക. ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് എടുക്കുക. അപ്പോൾ അത് ചിക്കൻ അവിടെ വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമ്മൾ ഇതാ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചു. നമ്മൾ തേങ്ങാച്ചോറിനൊക്കെ അരിയുന്നത് പോലെ ചെറുതാക്കി അരിഞ്ഞാൽ മതി. കുത്തനെ അല്ല, ചുവന്നുള്ളി സാധാരണ അരിയുന്ന പോലെ തന്നെ. ഇതിൻ്റെ പകുതി നമ്മൾ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം സമയം തന്നെ വേണം തൊലി കളഞ്ഞെടുക്കാൻ. പകുതി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പകുതി നമ്മൾ മാറ്റി വയ്ക്കുകയാണ് മസാലയിലേക്ക് വേണ്ടിയിട്ട്. ഇതിനി നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ശരിക്കും ക്രിസ്പിയാക്കി ഗോൾഡൻ കളറിൽ ആക്കിയെടുക്കണം. കുറച്ച് ശ്രദ്ധ തന്നെ വേണം ഇത് ചെയ്യാൻ. കാരണം കരിഞ്ഞു പോവരുത്. ചുവന്നുള്ളിയാണ്, സവാള പോലെയല്ല, പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് നമ്മൾ മസാലയിലേക്ക് കുറച്ച് പൊടിച്ച് ഇടാനും അതുപോലെ ഗാർണിഷിങ്ങിനും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളർ ആവുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ കോരിയെടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോരിയെടുത്തതിന് ശേഷം ആ ചൂടിൽ കിടന്നിട്ട് വീണ്ടും അത് ഒന്നും കൂടി ഫ്രൈ ആവും. അപ്പോൾ ഒന്നും കൂടി മൂത്ത് പോവും. അപ്പോൾ അതാ കണ്ടോ, ഈ പരുവത്തിലാണുള്ളത്. നമ്മൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സെയിം നെയ്യിൽ തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതെല്ലാം നമുക്ക് ലാസ്റ്റ് ആവശ്യമുള്ളതാണ്. അത് ഇപ്പം തന്നെ ചോറ് റെഡിയാക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്ത് വെക്കുകയാണ്. അതുപോലെ അണ്ടിപ്പരിപ്പ് ജസ്റ്റ് ഒന്ന് ആയി വരുമ്പോഴേക്കും നമ്മൾ ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്തു. ഇനി അതും കൂടി കോരി മാറ്റി വെക്കുക. ഇത്രയും കാര്യങ്ങളെല്ലാം കൂടി ചെയ്യാൻ വേണ്ടി നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഒരുപാട് നെയ്യ് നമ്മൾ ഉപയോഗിക്കണില്ല. അതും കൂടി മാറ്റി വെച്ചു. അപ്പോൾ ചുവന്നുള്ളി ഫ്രൈ ചെയ്തത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, നല്ല ഗോൾഡൻ കളറാണ്. ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ ഒരു ചെറിയ കഷ്ണം പട്ട 2-3 പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 5-6 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് അരിയിലാണ് നമ്മൾ ചോറ് തയ്യാറാക്കുന്നത്. ഇത് ബേ ലീഫാണ്. നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇടാം. ഞാൻ 2 പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തു. അത് ജസ്റ്റ് ആ നെയ്യിലൊന്ന് വഴറ്റിയിട്ട് നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു 2 കപ്പ് അരിയിലാണ് നമ്മൾ ചോറ് വെക്കുന്നത്. 1 കിലോ ചിക്കനിന് 2 കപ്പ് അരി, അതായത് 1/2 കിലോ അരി. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് ഗ്രാമ്പുവാണ്, നേരത്തെ ഇടാൻ വിട്ടുപോയതാ. പാകത്തിന് ഉപ്പും ഇട്ട് കൊടുത്തു. ഇനി വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് വെള്ളം തിളപ്പിക്കുക. അപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അരി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ കൈമ അരിയാണ് എടുത്തിട്ടുള്ളത്. കൈമ അരി അല്ലെങ്കിൽ ജീരകശാല അരി, അതാകുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും ചോറിന്. അതിന് വേണ്ടിയിട്ടാണ് ഇതാ കഴുകി ഞാൻ കുറച്ച് സമയം മുമ്പ് തന്നെ വെള്ളം വാർത്ത് വെച്ചിരുന്നതാണ്. വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കൊന്നും വേണ്ട കേട്ടോ, കഴുകി വാർത്ത് വെച്ചാൽ മതി. അരി ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് അടച്ച് വെച്ചിരുന്നാൽ മതി. നെയ്ച്ചോറുണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇതിപ്പോൾ ചോറ് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ ഞാൻ വേറെ അടുപ്പത്തേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കി തുടങ്ങാം. ബിരിയാണി ദമ്മിടാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ബാക്കി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചുവന്നുള്ളി കംപ്ലീറ്റ് ഇട്ട് കൊടുത്തു. അതായത് 200 ഗ്രാം നമ്മൾ നേരത്തെ എടുത്തു, ഇത് 200 ഗ്രാം. അങ്ങനെ കണക്കൊന്നുമില്ല, എങ്കിലും ടോട്ടൽ 400 ഗ്രാമാണ്. പകുതി നേരത്തെ എടുത്തു, പകുതി ഇപ്പോൾ ഇട്ട് കൊടുത്തു. ഇനി ഒരുപാട് ഗോൾഡൻ കളറൊന്നും ആവണ്ട. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പ് ഉള്ളി പെട്ടെന്ന് ആയി വരാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പിടുമ്പോൾ സൂക്ഷിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിക്കനിൽ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പിടുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഇനി ഇതൊന്ന് വഴറ്റുക. ഒരുപാട് നന്നായിട്ട് വഴലൊന്നും വേണ്ട. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്
പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒരുമിച്ച് പേസ്റ്റ് ആക്കിയത് ഞാനൊരു 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുവന്നുള്ളിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറുമ്പോഴാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുത്തത്. ഇനി അതിൻ്റെയും റോ ടേസ്റ്റ് ഒന്ന് മാറണം. അപ്പോൾ നമ്മൾ 2 പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് മല്ലിച്ചപ്പ്, പുതിന. മല്ലിച്ചപ്പ് ഒരു കൈ നിറയെ വേണം, പുതിന അതിന് നേർ പകുതിയും വേണം. അത് ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ഇട്ടാൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അടച്ച് വെച്ചിരുന്നാൽ തക്കാളിയും അതുപോലെ ഇലകളെല്ലാം ഒന്ന് പെട്ടെന്ന് വേവായിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് സമയം ഒന്ന് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. ഇപ്പോൾ ഞാൻ ഇട്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ഞാൻ 2-3 തണ്ടേ ഇട്ടിട്ടുള്ളൂ. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചുവന്നുള്ളി ഇതൊക്കെ ഉണ്ടോ, ഇതൊന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കണം. ഒരുപാടൊന്നും വേണ്ട. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് മിക്സിയിലൊക്കെ പൊടിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം. ഞാനിപ്പോൾ കയ്യിലിട്ടിട്ട് തന്നെ ഒന്ന് തിരുമ്മിയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. മിക്സിയിലൊന്നും പൊടിക്കേണ്ട ആവശ്യമില്ല, കാരണം ചുവന്നുള്ളി ചെറിയതല്ലേ, ചെറുതായിട്ടല്ലേ നമ്മൾ കട്ട് ചെയ്തത്. പിന്നെ ഫ്രൈ ചെയ്തിട്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അത് കൈ കൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി. മഞ്ഞൾ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് ചിക്കനിൽ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇട്ടത്. മുളക് പൊടി ഇതിലേക്ക് ഇടേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. പൊടികളുടെ പച്ച ടേസ്റ്റ് ഒന്ന് മാറുമ്പോൾ നമ്മൾ തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ടി തൈരാണ്. അധികം പുളിയൊന്നുമില്ല, എങ്കിലും കുഴപ്പമില്ലാത്തൊരു മീഡിയം പുളിയുള്ള തൈരാണ്. കട്ട തൈര് വേണം ഇട്ട് കൊടുക്കാൻ, ഒരുപാട് ലൂസായത് ഇട്ട് കൊടുക്കരുത്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ കാണുമ്പോൾ തന്നെ അറിയാം ഒത്തിരി അങ്ങ് ഫ്രൈ ആയിട്ടില്ല, ഷാലോ ഫ്രൈ ആണ് ചെയ്തത്. വേറെ ലെമൺ ജ്യൂസൊന്നും നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല, ആ തൈരിൻ്റെ പുളി മാത്രമേ ഉള്ളൂ. ചിക്കൻ അതിൽ കിടന്ന് ആ മസാലയൊക്കെ ജസ്റ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടി 2-3 മിനിറ്റ് നേരം ഒന്ന് വെക്കാം. അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കുക. 2-3 മിനിറ്റ് വെച്ചാൽ മതി. ഇപ്പോൾ കണ്ടോ, അതിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് ഒരു കോട്ടൺ തുണിയിൽ പൊതിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ പാലെടുക്കുകയാണ്. എങ്ങനെയാലും കുഴപ്പമില്ല കേട്ടോ, പാലെടുത്താൽ മതി. എങ്ങനെയാലും കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത്. ഒട്ടും വെള്ളം ചേർക്കാതെ കയ്യിലിട്ട് പിഴിഞ്ഞിട്ടെടുത്താലും മതി. ഞാൻ ആ തുണിയിൽ തന്നെ കിഴി പോലെ കെട്ടിയിട്ട് ആ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും. 1 കപ്പ് തേങ്ങ പിഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പാലുള്ള തേങ്ങയാണെങ്കിൽ കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കരുത്. ഇതാണ് ശരിക്കും ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓയിലൊന്നും യൂസ് ചെയ്യണ്ട. ഇങ്ങനെ ആകുമ്പോൾ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചതിന് ശേഷം ഞാൻ ഉപ്പൊന്ന് ടെസ്റ്റ് ചെയ്യാണ്, ഉപ്പുണ്ടോയെന്ന്. നമ്മൾ മസാലയിലൊക്കെ ഉപ്പിട്ടിട്ടുണ്ട്, എന്നാൽ പോലും കുറച്ച് കുറവ് തോന്നിയപ്പോൾ ഞാനൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. കുറവ് തോന്നിയാൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ മസാല റെഡി ആയി കഴിഞ്ഞു. കുറച്ച് സമയം കൂടി, ഒരു 2 മിനിറ്റ് അതിൽ കിടന്നൊന്ന് ആയിക്കോട്ടെ. ഇപ്പോൾ അതാ മസാലയുടെ നല്ലൊരു സ്മെല്ല് വരും ഈ സമയത്ത്. കാരണം ബിരിയാണിയുടെ മസാല ഓൾമോസ്റ്റ് റെഡി ആയി. ഇനിയൊന്നും ആവാനില്ല, നമ്മൾ ദമ്മിട്ടെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ റൈസ് റെഡി ആയത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കൈമയാണ് ഞാൻ നേരത്തെ പറഞ്ഞു, കൈമ റൈസാണ് യൂസ് ചെയ്തത്. ജീരകശാല ആയാലും നല്ലതാണ്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു അരി തന്നെ ഉപയോഗിക്കണം. പകുതി റൈസ് ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഇതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത് ഈ ചുവന്നുള്ളിയാണ്. ഇത് ഫ്രൈ ചെയ്ത് വെച്ചത്, അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കുറച്ചിട്ട് കൊടുത്തു. വീണ്ടും നമ്മൾ ബാക്കിയുള്ള പകുതി റൈസ് ഇട്ട് കൊടുക്കുകയാണ്. മൊത്തം റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലായിടത്തും ഒന്ന് ഒരേ ലെവലാക്കി എടുക്കുക. ഇനി ഞാൻ ഒരു 2 ടീസ്പൂൺ റോസ് വാട്ടറിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കലക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുങ്കുമപ്പൂവൊക്കെ ഉണ്ടെങ്കിൽ അത് പാലിൽ കലക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പോൾ അതില്ല. അപ്പോൾ ഞാൻ റോസ് വാട്ടറിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്.
അതിനുശേഷം ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ബാക്കി വന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ ഉള്ളി ഫ്രൈ ചെയ്തത് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ്. മുകളിൽ ഞാൻ 1 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഒഴിക്കാം. ഞാൻ നെയ്യ് വളരെ കുറച്ചേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഇത് റെഡിയായി. ഇനി ഒന്ന് അടച്ച് വെക്കുക. ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് പാത്രം ഒന്ന് ചൂടാവുന്നവരെ ജസ്റ്റ് 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓഫ് ചെയ്യണം. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ തുറക്കാൻ പാടുള്ളൂ. ഫ്ലെയിം ഒരുപാട് സമയം കൊടുക്കണ്ട, കാരണം ചിക്കൻ വെന്തതാണല്ലോ, ഓൾറെഡി വെന്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് സമയം കൊടുക്കണമെന്നില്ല. അപ്പോൾ നല്ല കിഡ്ലൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. പാത്രം തുറക്കുമ്പോഴേ നല്ലൊരു സ്മെല്ലാണ്. ദമ്മ് ചെയ്യുമ്പോൾ മുകളിൽ വെയിറ്റ് ഒന്നും വെക്കണം, താല്പര്യമുള്ളവർക്ക് വെക്കാം. പക്ഷേ ഇവിടെ ഈ പാത്രത്തിൻ്റെ അടപ്പ് നല്ല വെയിറ്റ് ഉള്ളതാണ്, അതുകൊണ്ട് ഞാനൊന്നും വെച്ചിരുന്നില്ല. സെർവ് ചെയ്യുമ്പോൾ മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യുക. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല കിഡ്ലൻ ബിരിയാണിയാണ്. ഒരിക്കൽ പോലും നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടില്ലാത്തൊരു ബിരിയാണി ആയിരിക്കും ചുവന്നുള്ളി ചിക്കൻ ബിരിയാണി. ഞാൻ ബാക്കിയുണ്ടായിരുന്ന കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ അതിൻ്റെ മുകളിലൊന്ന് വെതറി. ഒരിക്കലെങ്കിലും നിങ്ങൾ ബിരിയാണി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. സാധാരണ ബിരിയാണി പോലെയല്ല, കിഡ്ലൻ ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്